ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ആയി, അതുകൊണ്ട് ഞങ്ങൾ മൈക്കൊക്കെ വാങ്ങി കേട്ടോ. ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകാണേ. അൺബോക്സ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കാണുമ്പോൾ ഇവക്കോടുന്ന് ഈ പൈസ ഒക്കെ കിട്ടി ഇത്രയും സാധനം വാങ്ങാമെന്ന് വിചാരിക്കും അല്ലേ സൂഹി? അപ്പം എന്തായാലും വിചാരിക്കും. അപ്പോൾ കുറച്ച് നൈക്കിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എന്തായാലും ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. ഓക്കെ, മൈക്ക് അപ്പം മീയുടെ നല്ല കുഴപ്പമുണ്ട്. അപ്പം ഇതാ നമ്മളെ ഇതിന്റെ കുഞ്ഞു യൂട്യൂബറാണ് കേട്ടോ, മമ്മന്റെ പോലെ ഒരു കുഞ്ഞു യൂട്യൂബറാണ്. അപ്പൊ ഞങ്ങളില്ലേ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോണത് ഒരു സംഗതിയാണ്. സൂമിട്ടുണ്ടല്ലേ പറയട്ടെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോണത് എന്താണെന്ന് കാണണ്ടേ? ഞാനിത് നൈക്കീന്നും വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം എന്താണെന്ന് കാണണ്ടേ? വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഞാൻ കുറേ ഇൻസ്റ്റയിൽ റീൽ കണ്ട് ഇത് വാങ്ങണമെന്ന് കുറേ ആയി വിചാരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ വാങ്ങിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ എന്നാലും നല്ല അടിപൊളി ലാസ്റ്റിംഗ് ആണ്. സൂപ്പറാണ് കേട്ടോ, നല്ല ലാസ്റ്റിംഗ് ഉള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലോറിയൽ പാരീസിൻ്റെ ആണ്. അപ്പോൾ ഷെയ്ഡും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡയറക്റ്റ് ലിങ്ക് കാര്യങ്ങൾ ഞാൻ വിട്ടുതരാം കേട്ടോ. കേട്ടോ, നമ്മളെ യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. നല്ല എന്താ പറയുക, എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ടാവണൊരു ഷെയ്ഡാണ് കേട്ടോ. തേച്ചാലും ഒരച്ചാലും കുളിച്ചാലും പോലും കേട്ടോ അത്രയ്ക്ക് നേരം നിൽക്കും. ഞാൻ കുറേ വെള്ളം കൊണ്ടൊക്കെ ഉരച്ച് സോപ്പിട്ട് കേക്കിയിട്ട് പോലും പോയിട്ടില്ലേനും അത്രയ്ക്ക് ലാസ്റ്റാണ്. നമ്മളെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്താണ് ആ പൈസക്കുള്ള മുതൽ എന്തായാലും ഇതുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലിസി നെക്സ്റ്റും ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. അത് കോമൺ എല്ലാവരും യൂസ് ചെയ്യണതാണ്. കുറേ ആൾക്കാർക്ക് ഞാൻ ലിപ്സ്റ്റിക് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത് അൺബോക്സ് ചെയ്തോ. ഇത് നമ്മളെ ഫേസസ് കാനഡൻ്റെ ലിപ്സ്റ്റിക് ആണ്. എന്താണ് കോംഫി മാറ്റ് വോ. ഇത് ഓൾറെഡി കുറേ ആൾക്കാർ യൂസ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഭയങ്കര വേർത്താണ്. അത്ര വലിയ എമൗണ്ട് ഒന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ലാസ്റ്റിങ് നമ്മളെ ഈ ഒരു ലോറിയൽ പാരീസിന് അത്ര പോവില്ല കേട്ടോ. ലാസ്റ്റിങ് ഏറ്റവും കൂടുതൽ ലോറിയൽ പാരീസിൻ്റെ ലിപ്സ്റ്റിക് തന്നെയാണ്. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. എനിക്കൊന്നും കൂടി ലോറിയൽ പാരീസ് ആണ് ഇഷ്ടമുള്ളത്. ഇത് അത്ര ലാസ്റ്റിംഗ് ഇല്ല, വീണ്ടും ഇങ്ങനെ ടച്ചപ്പ് ചെയ്യേണ്ടി വരും. അപ്പം അടുത്ത എന്താണ് അടുത്ത വീഡിയോക്കല്ല, അടുത്ത അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. നെക്സ്റ്റ് ഇപ്പം ഞാൻ ഇതും നൈക്കീന്നും ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാല്ലേ. ഇതും ലേഡീസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച കുറച്ച് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഒരൊറ്റ പ്രൊഡക്റ്റാണ് കൂടുതലായിട്ട് വാങ്ങണം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാൻ വാങ്ങിച്ചു. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തത് ലാക്മീൻ്റെ
മൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടത്. നമ്മൾ കൈകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഞാൻ എന്നോ ഒരു ബീന ആൻ്റണീൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു അതെന്തോ ഒരു 3-4 കൊല്ലം മുന്നേ കണ്ടൊരു വീഡിയോ ആണ്. അന്നേ വാങ്ങണം വിചാരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അന്ന് എനിക്കത് വാങ്ങാൻ പറ്റിയിട്ടില്ലേ. എല്ലാവരും ഫൗണ്ടേഷനിൽ അഡിക്റ്റഡ് ആയിരുന്നില്ല. പക്ഷെ എല്ലാവരും നൈക്കിലൊക്കെ സെർച്ച് ചെയ്ത് നൈക്കിലൊക്കെ നല്ല അടിപൊളി റിവ്യൂ ആണ് ഇതിനെ പറ്റിയിട്ട്. കയ്യിൽ കിട്ടിയപ്പം സൂപ്പറാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവേണ്ട ഈ ഐറ്റം. പറയുകയാണെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ സാധാ വാങ്ങുന്ന ഫൗണ്ടേഷനേക്കാളും ഒന്നും കൂടി ഈ മൗസിൻ്റെ ഫൗണ്ടേഷൻ അടിപൊളി ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ സ്കിൻ ടോണ് എന്തായാലും ഒന്ന് നോക്കിയെടുക്കുക, അതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ. ഞാൻ കുറേ നോക്കി സെർച്ച് ചെയ്ത് അവസാനം വാങ്ങിട്ടോ. പറഞ്ഞില്ല 2-3 കൊല്ലമായി ആ വീഡിയോ കണ്ടിട്ട്, അന്നൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് വാങ്ങാൻ പറ്റി. കാരണം അന്നത് പിന്നെ വല്ലാതെ ഫൗണ്ടേഷൻ വലിയ അഡിക്റ്റഡ് ആയിട്ടില്ലേ. ഇപ്പൊക്കെ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയ സാധനമല്ലേ. അങ്ങനെ ഇപ്പോൾ ഏതായാലും വാങ്ങിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് അൺബോക്സ് ചെയ്യാം. തുറക്ക് പൊന്തിച്ച് തുറക്ക്. കാണില്ല. കാണുമ്പോൾ കുഞ്ഞേതാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫൗണ്ടേഷനും. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു അടപ്പുണ്ടാവും, തുറക്കുക കേട്ടോ. നല്ലൊരു ലെമണിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിനുള്ളത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ബ്ലെൻഡ് ചെയ്തിട്ട്. എൻ്റെ ഒരു ഫേസിൻ്റെ എൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ അതൊന്ന് കാണാൻ പെട്ടെന്ന് ബ്ലെൻഡാണ്. കാരണം എൻ്റെ ഒരു ഈ ഭാഗവും നല്ലൊരു ചേഞ്ച് വന്നിട്ടില്ലേ, പെട്ടെന്ന് ബ്ലെൻഡ് ആവണം കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ. ജൂയിക്കൊന്നും തേക്കാൻ പറ്റില്ല. എന്ത് ഫേസിലിട്ടാണെങ്കിലും ഓക്കും വേണം എന്ന് പറയും. കുട്ടികളെന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ തേച്ച് കൊടുക്കുക. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലേ. അപ്പോൾ ഇതൊക്കെയാ കണ്ടോ, എൻ്റെ സ്കിൻ ടോണായിട്ട് നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു ടോൺ ഞാൻ കണ്ടുപിടിച്ചേട്ടോ. സൂപ്പറല്ലേ. ഇനി നെക്സ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് എന്താണെന്ന് നോക്കട്ടോ. നെക്സ്റ്റും ഒരു ഫൗണ്ടേഷൻ തന്നെയാണിത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു മേക്കപ്പ് സ്റ്റിക്കാണ്. ഒരു ഫൗണ്ടേഷൻ തന്നെയാണിത്. ഇത് സംഭവം ഈ അടുത്തെവിടെയെങ്കിലൊക്കെ പോകാൻ, മീൻസ് കല്യാണം എന്നല്ലെങ്കിലും അടുത്തെവിടെയെങ്കിലൊക്കെ അത് പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ എഴുതിയിട്ട് വാങ്ങിയതാണ്. മീൻസ് കല്യാണം വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പം ഈ മോസിൻ്റെ ഒന്ന് സൂപ്പറല്ലേ. അപ്പം കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ഞാൻ വല്ലാതെ യൂസ് ചെയ്യണം വിചാരിക്കില്ല. കല്യാണം പരിപാടിക്ക് വരുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇത് ഇവിടെ അടുത്തെവിടേക്കെങ്കിലൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും നല്ല ഫൗണ്ടേഷൻ തന്നെയാണ്. ബ്ലെൻഡ് ചെയ്യാനും സുഖമാണ്, പെട്ടെന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഇത് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ആണ് കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. നെക്സ്റ്റ് ഇതൊരു ഐബ്രോന്റെ പെൻസിലാണ്. അതുകൊണ്ട് ചെറിയ ഇതിനുള്ളിൽ ഒരു ബ്രഷും വരുന്നുണ്ട്, പെൻസിൽ പോലെ. നമ്മളെ ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ബ്ലാക്കിനേക്കാളൊക്കെ ഒന്നും കൂടി നല്ലത് ബ്രൗൺ തന്നെ തോന്നുന്നു. അല്ലാതെ എടുത്തറിയില്ല. ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബോറ് പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ബ്രൗൺ വാങ്ങിയ കേട്ടോ. ഞാൻ ബ്രൗൺ തന്നെ യൂസ് ചെയ്യില്ല, പക്ഷെ മാസിൻ്റെ ആകുമ്പോൾ ഒന്നും കൂടി സൂപ്പറല്ലേ, അങ്ങനെ വാങ്ങിയിട്ടത്. ഏത് അത് അൺബോഷ് ചെയ്തു കേട്ടോ. അൺബോഷ് ചെയ്ത് അത് നമ്മൾ കണ്ടില്ലേ അൺബോഷ് ചെയ്ത്. നെക്സ്റ്റ് ഇതാണ്. നെക്സ്റ്റ് മാസിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി മാസിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഞാൻ കൂടുതൽ യൂസ് ചെയ്തതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പ്രോഡക്റ്റൊക്കെ. ഐലൈനർ അല്ലേ, ഒക്കെ എല്ലാം വേണം, പെണ്ണല്ലേ.
എനിക്കണം. ഇതാ. എനിക്കണം. ഇതും എനിക്കണം. സൂപ്പറാണ്. നല്ല ഇത് നല്ല റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയാണ് കേട്ടോ. കണ്ടോ, റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. ഇതും സൂപ്പറാണ്. നെക്സ്റ്റ് എന്താ നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ ഒക്കെ ഒരു ഫൈനൽ ടച്ചപ്പ് ഉണ്ടല്ലേ, എന്താണെന്ന് അതാണ് ഇത് സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേയും ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയത് ഫേസസ് കാനഡൻ്റെ ആണ് കേട്ടോ. നല്ല നല്ലൊരു സ്മെല്ലാണ്. ഇതും അടിപൊളിയാണ്. ഇത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ മേക്കപ്പ് ഒന്നും പെട്ടെന്ന് പോവാതിരിക്കാൻ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ നല്ലൊരു ഗ്ലോ ലാസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലൊരു ഗ്ലോ ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടി വാങ്ങിയ പ്രൊഡക്റ്റ് കേട്ടോ. പിന്നെ വേറൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഞാൻ വാങ്ങിയതാണ്, പക്ഷെ എനിക്കത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് വെച്ച് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ജസ്റ്റ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇതാണ് കേട്ടോ. ഇത് മേക്കപ്പ് ഒക്കെ ഇട്ടേക്കാൻ പറ്റിയൊരു ചെറിയൊരു ബാഗാണ്. ഇതിൽ ടോട്ടൽ 3 ബാഗ് വരുന്നുണ്ട്. ഒരു വലിയ ബാഗും കണ്ടോ, പിന്നെ ഒരു ചെറിയ ബാഗും, ഇതിൻ്റെ ഉള്ളിലൊരു ബാഗും കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, അപ്പം ഇതും കൂടി അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടേനു കേട്ടോ. ഇതിന് ഭയങ്കര വേർത്താണ്. ഒരു 150 റുപ്യ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പം ഇത്രയും പ്രൊഡക്റ്റുകളെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇതാണ് ഇപ്പം ഇന്നത്തെ ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ അല്ലേ സോയി, നിങ്ങൾ നോക്ക്. അപ്പം ഇതാണ് നമ്മളെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. അപ്പം ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ശേഖരം എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ എൻ്റെ അടുത്ത് ഏതൊക്കെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരും കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ കണ്ട് ഈ സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.